നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കോൾമാന്റെ മൊഴികാത്ത്. മുംബൈ ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാനെതിരെ ഡേവിഡ് കോൾമാന്റെ നിർണായക മൊഴിക്ക് കാത്ത് ഇന്ത്യ. ആക്രമണം നടന്ന 2008 നവംബറിന് ശേഷവും ഇന്ത്യയിലെത്തിയതായി വിസ്താരത്തിനിടെ വെളിപ്പെടുത്തൽ. കേസിൽ മാപ്പുസാക്ഷിയായ കോൾമാന്റെ വിസ്താരം മുംബൈയിലെ ടാഡ കോടതിയിൽ അമേരിക്കൻ ജയിലിൽ നിന്നുള്ള വീഡിയോ കോൺഫറൻസിംഗ് വഴി. കോൾമാൻ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെത്തിയത് 2009 മാർച്ചിലെന്ന് മൊഴി. ഭീകര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആകെ 8 തവണ ഇന്ത്യ സന്ദർശിച്ചതായും കോൾമാൻ. 2008 മുംബൈയിലുണ്ടായ ലഷ്കർ ആക്രമണം പാക് സൈന്യത്തിന്റെയും ചാരസംഘടനയായ ISIയുടെയും പിന്തുണയോടെയെന്ന് ചോദ്യം ചെയ്യലിൽ കോൾമാൻ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളിൽ തന്റെ നിയന്ത്രണം ISIയിലെ ഒരു മേജർക്കായിരുന്നുവെന്ന് കോൾമാൻ. ഭീകര പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച ലഷ്കർ നേതാവ് സഖിയുർ റഹ്മാൻ ലഖ്വിയെ നിയന്ത്രിച്ചിരുന്നത് ചാരസംഘടനയിലെ ബ്രിഗേഡിയർ. ആക്രമണ ലക്ഷ്യങ്ങൾ പരിശോധിക്കാനും വിലയിരുത്താനും പണം കൈമാറിയത് ISI എന്നും സുപ്രധാന വെളിപ്പെടുത്തൽ. ഉപരാഷ്ട്രപതിയുടെ വസതിക്ക് പുറമെ ഇന്ത്യ ഗേറ്റ്, CBI ആസ്ഥാനം എന്നിവിടങ്ങളും നിരീക്ഷിച്ചിരുന്നതായി US ജയിലിൽ 35 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഹെഡ്ലിയുടെ മൊഴി. പുകിലാകുന്ന പൂഴ്ത്തിവയ്പ്. ബാർകോഴ ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ കലങ്ങി മറിഞ്ഞ് UDF. വിജിലൻസ് SP സുകേഷിനെതിരായ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിനെ ചൊല്ലി ആക്ഷേപവുമായി മാണിക്ക് പിന്നാലെ കുഞ്ഞാലിക്കുട്ടിയും. ഇപ്പോൾ നടക്കുന്നത് അട്ടിമറി രാഷ്ട്രീയമെന്നും പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് അധികമെന്നും കേരള യാത്രക്കിടെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒളിയമ്പ്. നമ്പാൻ കൊള്ളാവുന്ന നേതാവ് കുഞ്ഞാലിക്കുട്ടി മാത്രമെന്ന് ലീഗ് യാത്രയുടെ കോട്ടയം സ്വീകരണ വേദിയിൽ KM മാണി. ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കത്തിന് വഴിവെച്ചത് ബിജു രമേശും SP R സുകേശനും ഗൂഢാലോചന നടത്തിയെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലെ വിവരം 1 വർഷക്കാലം ആഭ്യന്തര വകുപ്പ് മറച്ചുവച്ചതായ ആക്ഷേപം. റിപ്പോർട്ട് പൂഴ്ത്തിയെന്ന ആരോപണം പൂർണ്ണമായും തള്ളി മന്ത്രി രമേശ് ചെന്നിത്തല. പ്രവേശനത്തിലെ പരീക്ഷണം. മെഡിക്കൽ പ്രവേശനത്തിന് ഏകീകൃത പൊതുപരീക്ഷ നടത്താനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ സ്വകാര്യ മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയിലേക്ക്. മെഡിക്കൽ കൌൺസിൽ ശുപാർശയിന്മേലുള്ള തീരുമാനം ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമെന്ന് പരാതി. നിയമ ഭേദഗതി ഈ വർഷം നടപ്പാക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഏറെ. ഏകീകൃത +2 സിലബസ് ഏർപ്പെടുത്തുന്നതിന് പുറമെ സംസ്ഥാനങ്ങളുടെ വിശ്വാസം നേടുന്നതും തടസ്സമാകുമെന്ന് സൂചന. പൊതുപരീക്ഷാ തീരുമാനത്തിൽ വിയോജിപ്പുമായി പ്രധാനമന്ത്രിക്ക് ജയലളിതയുടെ കത്ത്. അടുപ്പ് കത്തിക്കാത്ത സമരത്തിളപ്പ്. മധ്യ കേരളത്തിലടക്കം സംസ്ഥാനത്തെ പല ജില്ലകളിലും പാചകവാതക വിതരണം പ്രതിസന്ധിയിൽ. ഉദയംപേരൂർ IOC പ്ലാന്റിലെ കരാർ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. കമ്പനിയിലെ സ്ഥിരം തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, സേവന വേതന വ്യവസ്ഥകളുടെ പരിഷ്കരണം തുടങ്ങിയവ നടപ്പാക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. ഉപരോധത്തിന്റെ സ്വരം. ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ ഉത്തര കൊറിയ നടത്തിയ ഉപഗ്രഹ വിക്ഷേപണത്തിനെതിരെ UN പ്രമേയം. മുന്നറിയിപ്പുകൾ ലംഘിച്ച് നടത്തിയ ധിക്കാരത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനം. രക്ഷാസമിതിയുടെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും പ്രകോപനപരമായ നടപടികളിൽ നിന്ന് ഉത്തര കൊറിയ പിന്തിരിയണമെന്നും ന്യൂയോർക്കിൽ ചേർന്ന UN അടിയന്തര യോഗം. എന്നാൽ തങ്ങൾ ലക്ഷ്യമിട്ടത് ഉപഗ്രഹ വിക്ഷേപണം മാത്രമെന്ന വിശദീകരണവുമായി ഉത്തര കൊറിയ. ഉപഗ്രഹ വിക്ഷേപണം എന്ന പേരിൽ നടത്തിയത് അമേരിക്കയെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ പരീക്ഷണമെന്ന് നിഗമനം. എതിർപ്പുകൾ അവഗണിച്ചുള്ള ഉത്തര കൊറിയയുടെ ഉപഗ്രഹ വിക്ഷേപണം UN ശാസന ലംഘിച്ച് അണുപരീക്ഷണം നടത്തിയതിന് തൊട്ടു പിന്നാലെ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.